MT എന്ന രണ്ടക്ഷരം ഒരുപക്ഷെ സാഹിത്യ ലോകത്തിന് കേരളം സംഭാവന ചെയ്ത MTക്ക് മുമ്പും പിമ്പും എന്ന് മലയാള സാഹിത്യത്തെ നമുക്ക് പകുത്തെടുക്കാവുന്ന രീതിയിൽ രാജ്യത്തിന് കേരളം സംഭാവന ചെയ്ത മഹാസാഹിത്യകാരൻ വിടവാങ്ങിയിരിക്കുന്നു എന്നുള്ള അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. ഷിത ജഗത്ത് ചേരുന്നുണ്ട്. ഷിത, ഒടുക്കം ഡോക്ടർമാർ അത് സ്ഥിരീകരിക്കുന്നു. എപ്പോഴാണ് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്? അവസാന നിമിഷം എങ്ങനെയായിരുന്നു ഷിത? സൈഫുദ്ദീൻ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുൻപാണ് ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. MT വാസുദേവൻ നായർ അതീവ ഗുരുതരാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് രാവിലെ മുതൽ തന്നെ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ മെഡിക്കൽ ബുള്ളറ്റിനിലൊക്കെ തന്നെ ക്രിറ്റിക്കലാണ് കണ്ടീഷൻ എന്നാണ് അറിയിച്ചിരുന്നത്. നമുക്ക് അറിയാവുന്നിടത്തോളം MT വാസുദേവൻ നായർ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതിയാണ് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു, രക്തസമ്മർദ്ദം കുറയുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു. അങ്ങനെ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സ്വകാര്യ ആശുപത്രിയിൽ കൃത്യമായി അദ്ദേഹത്തെ നിരീക്ഷിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിലെ ഏറ്റവും മുതിർന്ന ഡോക്ടർമാരുടെ സംഘം തന്നെയായിരുന്നു അദ്ദേഹത്തെ നിരീക്ഷിച്ചിരുന്നതും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു പരിശ്രമത്തിനൊടുവിലാണ് MT വാസുദേവൻ നായരുടെ നില കുറച്ച് മെച്ചപ്പെടുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ നിലയിൽ കുറച്ച് മോശമായ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ മരണവും ഡോക്ടർമാർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. MTയെ സംബന്ധിച്ചിടത്തോളം സൈഫു ആദ്യം പറഞ്ഞതുപോലെ തന്നെ സാഹിത്യ ലോകത്തെ പെരുന്തച്ഛൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വം. MT വിട പറയുമ്പോൾ ഒരുപക്ഷെ കോഴിക്കോടൻ സാഹിത്യത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു തലമുറയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളായിരുന്നു MT. പഴയ തിക്കോടിയനും ബഷീറും ഒക്കെ ഉൾപ്പെടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും SK പൊത്തിക്കാടും ഒക്കെ ഉൾപ്പെടുന്ന ആ ഒരു സാഹിത്യ ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ കൂടിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത്. MTയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ ഒരുപാട് നോവലുകൾ, സിനിമകൾ തുടങ്ങി അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ തന്നെയില്ല. അത്രയേറെ ആസ്വാദകരെ ഒരേ സമയം പ്രേക്ഷകരെ അദ്ദേഹം ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുകയും വായനക്കാരെ വേറൊരു തലത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ആ ഒരു സാഹിത്യ സൃഷ്ടി കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് അടയാളപ്പെടുത്തേണ്ടിയിരിക്കുന്നു.